ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച +2 എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ട്, അൻഷേദിൻ്റെ. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ആമിക്കുട്ടിയും ആരോണും കൂടിയിട്ട് ഇവിടെ കിടന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവർ കുറച്ചും കൂടിയും ആരോണ ആമീനെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ അവരുടെ കളിയൊക്കെ. കുറച്ച് നേരം രണ്ടും കൂടി തല്ലുകൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി കരയിൽ തുടങ്ങും. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആരോട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ ഇതെൻ്റെ ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ആൻറ്റിയും അതുപോലെ ആരോണും ആമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. കാരണം ആൻറ്റിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഇവൻ്റെ സിസ്റ്റർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആലൂർ സിയാസ് പാലസിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ അവിടെ എത്തിയിട്ട് അപ്പോൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി ചെക്കൻ്റെ കൂടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളും പോയി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ എന്താ താഴെ ഇറങ്ങിയപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവരൊക്കെ എന്നെ കളിയാക്കായിരുന്നു. ഇവളിപ്പോൾ നമ്മളതിനൊക്കെ വൈറലാക്കും, യൂട്യൂബിലിട്ടിട്ട് വ്ളോഗറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ ഇരുന്ന് കളിയാക്കാട്ടോ. പിന്നെ ഷെമിയുടെ മോൾ അവിടെ പാട്ട് കേട്ടിട്ടാണ് തോന്നുന്നു. അവൾക്ക് സഹിക്കാൻ വയ്യാതെ അവൾ ചെവിട്ടിലൊക്കെ കൈയിട്ടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അത് ആരുട്ടാ ഈ കോണിൻ്റെ മേലേക്ക് കയറി പോവുക, അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരിക, എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ചാടുക. അതൊക്കെ പോലെ തന്നെ ആമിക്കുട്ടി അതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ ആമിക്കുട്ടിയും ചെയ്യും. പിന്നെ അതാ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടാണ്, കാരണം നല്ലോണം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ പഴയ ഓരോ കാര്യങ്ങളും പിന്നെ എല്ലാവരുടെ കാര്യങ്ങളും പുതിയ വിശേഷങ്ങളും പഴയ വിശേഷങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞും കൊണ്ട് കുറേ നേരം അങ്ങനെ നിന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എപ്പോഴേലും എല്ലാവരുടെയും കൂടിയും കാണുള്ളൂ. പിന്നെ അത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പാരുട്ടന് ഫുഡൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ ഇരിക്കുക കേട്ടോ. അവന് വേണ്ട, വിശക്കണില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ എണീക്കാനാകുമ്പോൾ അവനും ഫുഡ് വേണം പറഞ്ഞിട്ട് പിന്നെ അവ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കൽ തുടങ്ങിയിട്ടാണ്. കുറച്ച് നേരം എല്ലാവരും പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എപ്പോഴേലും അല്ലേ കാണുള്ളൂ. അപ്പോൾ എപ്പോഴും ഓരോ ഓർമ്മ അല്ലേ, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ എന്താ അവരൊക്കെ പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ മാമൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ആൻറ്റിയും കൂടി മാമനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ദാ അവരൊക്കെ പോയി. പിന്നെ ദീപേഷ് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കുറച്ച് പേരേനെ. അപ്പോൾ കുറച്ച് പേരൊക്കെ ദീപേഷിൻ്റെ കൂടെ കാറിൽ പോയത്. ബാക്കിയുള്ളവരൊക്കെ ബൈക്കുമ്മ സ്കൂട്ടിമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ പോയി. അങ്ങനെ പിന്നെ മാമൻ വന്നപ്പോൾ ഞങ്ങൾ കാറിൽ കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ആമിക്കും ആരോണിനും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം പറഞ്ഞിട്ട് ഏട്ടനും അനിയത്തിയും കൂടി അലൗഡ് ആയിരുന്നു. അങ്ങനെ അവർ ഫ്രണ്ടിൽ കയറിയിരുന്നു. പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ പോകുന്നു, വീട്ടിലെത്താനായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.